ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ഇന്ന് സമാപിക്കും. വൈകിട്ട് ലക്ഷദീപാർച്ചനയോടെയാണ് മഹായജ്ഞം പര്യവസാനിക്കുക. രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പറയൂ. ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് മയൂർഹാറിലുള്ള ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. വലിയ ഭക്തജനത്തിനൊക്കെ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഡൽഹിയിൽ മറ്റ് അനേകം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഗുരുവായൂരപ്പ ക്ഷേത്രം, അതായത് കൂടുതലും ഇവിടെ അയ്യപ്പ ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതലായി ഡൽഹിയിലുള്ളത്. എന്നാൽ ഗുരുവായൂരപ്പ ക്ഷേത്രം അത് ഒരേ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അത് മയൂർഹാറിൽ, ഉത്തര ഗുരുവായൂർ മയൂർഹാറിലാണ് ആ ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം 6-ാം തീയതി, അതായത് കഴിഞ്ഞ 6-ാം തീയതി മുതൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടന്നു വരികയായിരുന്നു. ആ കോടിയർച്ചന ഇന്നിപ്പോൾ അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും രാവിലെ ഏതാണ്ട് 2 വിഷ്ണു സഹസ്രനാമം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ മഹായജ്ഞം സമാപിക്കുകയാണ്. അതിനുശേഷം വൈകിട്ട് ലക്ഷദീപാർച്ചനയോടെയാണ് ഈ മഹായജ്ഞം പൂർത്തിയാകുക. വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രഭവ കേന്ദ്രം, ഉത്ഭവ കേന്ദ്രമായ കുരുക്ഷേത്ര ഭൂമിയിലെ ഭീഷ്മകുണ്ടിൽ നിന്ന് ആ ജ്യോതി തെളിയിച്ചാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ച് വലിയ രഥഘോഷയാത്രയായി ആ ജ്യോതി ക്ഷേത്രത്തിൽ എത്തിച്ചാണ് ഇവിടെ ഈ മഹായജ്ഞം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹായജ്ഞത്തിന്റെ സവിശേഷത, പരിപാവനയൊക്കെ തന്നെ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ ഡൽഹി NCRന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിനംപ്രതി നൂറുകണക്കിന് ഭക്തരാണ് ഈ മഹായജ്ഞത്തെ പറ്റി കേട്ടറിഞ്ഞ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ മണ്ണിൽ ആദ്യമായാണ് വിഷ്ണു സഹസ്രനാമം കോടിത്തവണ ഉരുവിട്ടുകൊണ്ട് അർച്ചന നടത്തുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു മഹായജ്ഞം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ വരുത്തി തീർക്കുന്ന ഈ മഹായജ്ഞമാണ്. എന്നിരുന്നാൽ തന്നെയും ക്ഷേത്ര ഭാരവാഹികളുടെ ആ ഒരു ഇച്ഛാശക്തി, ദൃഢനിശ്ചയത എന്നത് കൊണ്ട് തന്നെ ഇത് പരിപാവനമായി തന്നെ, പവിത്രമായി തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 27 നക്ഷത്രങ്ങളിലും ഈ മഹായജ്ഞം നടന്നിരുന്നു. അതായത് ഓരോ നക്ഷത്രങ്ങളിലും അവരവരുടെ നക്ഷത്രത്തിൽ ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടത്തുവാൻ വേണ്ടിയുള്ള അവസരം ഭക്തർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ 27 നക്ഷത്രങ്ങളിലും അർച്ചന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ 28-ാം ദിനമാണ്. ഈ 28-ാം ദിനം ഇതിന്റെ പരിസമാപ്തിയാണ്. ഈ പരിസമാപ്തിയോട് അനുബന്ധിച്ച് രാവിലെ ഈ 2 വിഷ്ണു സഹസ്രനാമം കൂടി, അതായത് ഇത് ക്രമീകരിച്ചിരുന്നത് ഒരു ദിവസം 4 ലക്ഷം മന്ത്രം എന്നുള്ള രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി 2 ലക്ഷം മന്ത്രം കൂടി ലഭിച്ച് ഈ മഹായജ്ഞം പര്യവസാനിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ലക്ഷദീപാർച്ചന കൂടി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും വലിയ ഭക്തജനത്തിരക്ക് വൈകുന്നേരം ഈ ക്ഷേത്രാങ്കണത്തിൽ അനുഭവപ്പെടുന്നതിനുള്ള കാര്യത്തിൽ തർക്കമില്ല. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്രത്തിലേക്ക്. നന്ദകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര പദ്ധതി പ്രഖ്യാപിക്കുക, അതങ്ങ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുക. വിശ്വസിക്കാൻ സാധിക്കുമോ? യെസ്, നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ എന്തും സാധിക്കും എന്നതാണ് ഇന്നത്തെ ജന്മഭൂമി പത്രത്തിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നത്. 2 പ്രധാനപ്പെട്ട പദ്ധതികൾ. ഒന്ന്, സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ. 3 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളാണ് ഈ പദ്ധതികൾ സ്വന്തമാക്കിയത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ പദ്ധതിക്ക് 3 ഗിന്നസ് ലോക റെക്കോർഡുകൾ. 1 മാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേർ അംഗങ്ങളായ ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്ന നിലയിലാണ് ഇത് വേൾഡ് റെക്കോർഡ് പിടിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ പേർ സ്തനാർബുദ പരിശോധനയ്ക്ക് രജിസ്റ്റർ ചെയ്ത പദ്ധതി എന്ന നിലയ്ക്കും ഈ പദ്ധതി ലോക റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്ത പദ്ധതി എന്ന രീതിയിൽ ഏതാണ്ട് 1,25,406 പേരാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, അത് ജനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം കൂടിയായിട്ടാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ ഒരു ഉദ്യമത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പദ്ധതിയിൽ ഭാഗമാവാൻ അവസരമുണ്ട്. രാജ്യത്തെ സ്ത്രീകൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യവും പോഷകാഹാരവും മെച്ചപ്പെടുത്തുക, നേരത്തെയുള്ള കണ്ടെത്തൽ ഉറപ്പാക്കുക, ആവശ്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക, ആരോഗ്യപരമായ ഒരു ഭാരതത്തിനായി കുടുംബങ്ങളെ ശാക്തീകരിക്കുക എന്നിവയിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.